എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. ഒപ്പം ക്രിസ്മസും നമ്മൾ ആഘോഷിക്കുന്നു. ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങളെ സ്നേഹപൂർവ്വം നേരുന്നു. ആദത്തിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിക്കുന്ന ഒരു നീണ്ട 25 ദിവസത്തെ പരമ്പരകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാര് അറിവ് കൊടുക്കുന്നത് സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഈ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്നാ പറയുക. യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. സർവ ജനപദങ്ങളുടെയും മർത്യരായിട്ട് ഈ ലോകത്തിൽ പിറന്ന സകലരുടെയും രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിൽ പിറന്നവനാണ് ഈശോ. G.K. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു വിരുദ്ധ ശാസ്ത്രം പറയുകയാണ്. പിറക്കാനായിട്ട് സ്ഥലമില്ലാതിരുന്നവന് ഒത്തിരിയേറെ ഭവനങ്ങളിൽ നിന്ന് പുൽക്കൂട് ഒരുക്കുകയാണ്. അത് തന്നെ വലിയൊരു വിരുദ്ധ ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അതിനെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലാണ് ഈശോയ്ക്ക് പുൽക്കൂട് ഒരുക്കേണ്ടത്. തീർച്ചയായിട്ടും പിറക്കാനിടമില്ലാഞ്ഞവന് ഇന്ന് ഒത്തിരിയേറെ ഇടങ്ങളിൽ സ്ഥലമുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ണു തുറന്നു കാണാനും ഇടമില്ലാത്തവർക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കുവാനും കഴിയുമ്പോൾ ഈ ക്രിസ്മസും പുതുവത്സരവും ഒക്കെ അർത്ഥവത്താവുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ കാലഘട്ടത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു.